മതത്തിന്റെ ഇടയിൽ മതിൽക്കെട്ട് സൃഷ്ടിച്ച് മനുഷ്യന്മാരെ തമ്മിൽ അകറ്റുന്ന ഒരു സാഹചര്യം. ഇതിന് യഥാർത്ഥത്തിൽ മതങ്ങൾ ഉത്തരവാദിയല്ല. അത് മതത്തിന്റെ യഥാർത്ഥ വഴികൾ അതൊരു ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതോ പ്രഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതല്ല. അതൊരു ഗുരുമുഖത്ത് നിന്ന് മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം. ഓരോ മതത്തിന്റെയും അവർക്ക് പ്രധാനപ്പെട്ട ആളുകളുണ്ടാവും, അവരുടെ നേതാക്കന്മാരുണ്ടാവും, ആചാര്യന്മാരുണ്ടാവും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സമൂഹത്തിൽ സൂഫി വര്യന്മാർ അവരാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അജ്മീർ ഖാജ, അതുപോലെ തന്നെ കേരളത്തിലെത്തുമ്പോൾ അമ്പുറന്തങ്ങൾ, ഞങ്ങളുടെയൊക്കെ വഴികളിലേക്ക് ഞങ്ങൾക്ക് വല്ലാതെ പ്രകാശം വിതറിക്കൊണ്ടിരിക്കുന്ന മടവൂർ ശൈഖുന, അവരുടെ പരിശുദ്ധമായ വഴി, ആ വഴിയെ കേരളീയ സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ച് മതങ്ങൾ ഒരിക്കലും മനുഷ്യനെ അകറ്റാൻ വഴിയൊരുക്കാൻ പാടില്ല. അത് കൂടുതൽ പരസ്പരം അടുത്തറിയാനും സ്നേഹിക്കാനും വഴിയൊരുക്കണം. അപ്പൊ സൂഫീസം നമ്മുടെ രാജ്യത്ത് അതിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഒരുപാട് പ്രധാനമന്ത്രിമാർ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ പ്രധാനമന്ത്രി, ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രിയാകുന്ന നരേന്ദ്രമോദിജി, അദ്ദേഹം ഈ സൂഫീസത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നടത്തിയ ഈ സമീപകാലത്ത് നടത്തിയ സൂഫി സമ്മേളനം, അതുപോലെ തന്നെ അമീർ ഖുസ്രുവിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് പ്രശസ്ത സൂഫി ഗാന രചയിതാവും അതിന്റെ വലിയ ആ ഒരു സ്നേഹത്തിന്റെ ഇശലകളിലൂടെ ആളുകളെ പരസ്പരം മാനസികമായിട്ട് അടുപ്പിച്ച വ്യക്തിത്വമാണ്. അപ്പൊ ഇറങ്ങിയ ഖുസ്രു എന്ന പേരിൽ നടത്തിയ പ്രോഗ്രാമൊക്കെ അതൊക്കെ നമുക്ക് വലിയൊരു പ്രചോദനമായിട്ടുണ്ട്. അപ്പൊ ആ ഒരു വഴി ഇവിടെ നിലനിർത്തണം. പരസ്പരം അടുത്തറിയാനും മനസ്സിലാക്കാനും ഒക്കെ മോദിജിയുടെ ശ്രമങ്ങൾ അത് മുക്തകണ്ഠം പ്രശംസനീയമാണ്. അപ്പൊ ആ നീക്കങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ പിന്തുണയും